ഹലോ സ്വന്തങ്ങളെ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചില്ലേ? ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. നേരം 10:30 ചായ കുടിച്ചിട്ടില്ല. ഏട്ടൻ കടയിലേക്ക് പോയതാണ്. പോയി ഇങ്ങോട്ട് വരട്ടെ, സാധനമൊക്കെ വാങ്ങാൻ പോയി വന്നിട്ട് ചായ കുടിക്കണം. പിന്നെ ഇന്നൊരു രഹസ്യം വെളിപ്പെടുത്തട്ടെ. എന്താണെന്നല്ലേ? അതെന്താന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എങ്ങനെയാണ് ഇട്ടിട്ടുള്ളതെന്നുള്ളതാണ് പറയാൻ പോണത് കേട്ടോ. വേറെ ഒന്നല്ല, ഇതുവരെക്കും സ്റ്റിക്കും സ്റ്റാൻഡും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഈ കയ്യായിരുന്നു കേട്ടോ. വേണ്ടതായിട്ട് ഇവിടെ ഒടിഞ്ഞത് കാണില്ലതേ. ഈ കയ്യും വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്ത്. വേറെ ഒന്നുമല്ല, ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട് മാറിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. അന്നിപ്പം ഇവിടേക്ക് കിട്ടാൻ പ്രയാസമാണ്. മറ്റ് സ്ഥലത്തു നിന്നായിരുന്നു എന്ന് വെച്ചാൽ അവിടെ കുറേ കാലം നിന്നതല്ലേ. അന്നിപ്പം റെഡിക്ക് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് കിട്ടിയില്ല, അത് ക്യാൻസലായിപ്പോയി. പിന്നെ വേറെ വാങ്ങിയതാണ് കേട്ടോ. അന്നിപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. പിന്നെ ഇങ്ങനൊരു സാധിച്ചിരുന്നു കേട്ടോ, ടെഡി ബെയർ. അതിൻ്റെ മേലൊക്കെ ചാച്ച് വെച്ചിട്ടും ഒക്കെ ജഗ്, പലക, ഇങ്ങനത്തേനൊക്കെ പോലുള്ള ചാച്ചൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതുവരെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പോൾ പിന്നെ ഒരു ചെറിയ സ്റ്റാൻഡൊക്കെ വാങ്ങി കേട്ടോ. ഉള്ള പറയുന്നതിന് എന്താ, നമ്മൾ സ്വന്തക്കാരല്ലേ, പിന്നെ പറയുന്നതിന് എന്തിനാന്നോണം അറിയണേ അല്ലേ? അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവരും ഓരോരോ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. അപ്പം സ്റ്റാൻഡ് ഇപ്പം ഞാൻ എങ്ങനെ കാണിച്ചു തരാം. ഐഡിയ സ്റ്റാൻഡ് കണ്ടോ? ഓക്കെ. സെൽഫി സ്റ്റിക്കും സ്റ്റാൻഡും അങ്ങനെ ആയിട്ടുള്ള. പിന്നെ അതിൻ്റെ കൂടെക്ക് ഇങ്ങനെ ഒരു ചെറിയ മൈക്കും. ഞാൻ സംസാരിക്കുന്നത് കേൾക്കലുണ്ടേക്കെന്ന് വിചാരിക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടാവും. എൻ്റെ ഫോണിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അതുമല്ല ഫോണിൽ ഓൾറെഡി സൗണ്ട് കുറവാണ്, പക്ഷെ റെക്കോർഡിങ് സൗണ്ട് ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ വിചാരിക്കും, ഇത്രയും റിസ്ക് എടുത്ത് വീഡിയോ ഒക്കെ ഇടണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. നമ്മളിപ്പോൾ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയാൽ അതിന് തുടക്കം തൊട്ട് ഒടുക്കം വരയ്ക്കും നമ്മൾ ഉഷാർ കാണിക്കണം അല്ലേ? എന്നാലേ അത് സക്സസ് ആവുള്ളൂ. പിന്നെ ഞാനെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ സ്പീഡിലിടാൻ കാരണം എന്താ വെച്ചാൽ, അടുത്ത മാസം എനിക്ക് എക്സാമാണ്. അടുത്ത മാസം എപ്പോഴാണെന്ന് അറിയില്ല. അടുത്ത മാസമാണ് ഞാനിപ്പോൾ ചെയ്യുന്ന കോഴ്സിൻ്റെ എക്സാം. അപ്പോൾ ഈ മാസം 2 ആഴ്ചയും കൂടിയേ ഉള്ളൂ എനിക്ക് കമ്മീഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ കാണിക്കുക. അതിന് പകുതി മാർക്ക് തിയറിക്ക്. അത് കാരണം എന്താ പറയുക, ഇത് മാത്രം പോരാലോ. എൻ്റെ മെയിൻ ലക്ഷ്യം വേറെ ഒന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കൊണ്ടുപോകണ്ടേ. അത് കാരണം അതും ഇതും എന്നുള്ളതിൽ ഇത് അത്യാവശ്യം വീഡിയോസ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്ലാസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യാം. പിന്നെ കുറച്ചൊരു ബ്രേക്കിന് ശേഷം, ബ്രേക്ക് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കും തലക്കൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഇടാം. പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ രാവിലെ ഹായ് ബായ് എന്നൊന്നും പറയാൻ ഈ മുഖം ഉണ്ടാവില്ല. ഹായ് ബായ് എന്നൊന്നും പറയാൻ ചിലപ്പോൾ കാണാം കേട്ടോ, ചിലപ്പോൾ ഞാൻ അങ്ങ് എത്തണ്ടേ, അത് കാരണം. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ മനസ്സാണ് എല്ലാത്തിനും അല്ലേ? ഒന്നിനും നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഞാൻ അത് വിജയിപ്പിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ എന്നുള്ള പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് ഇറങ്ങിയാൽ അവിടെ സക്സസ് തന്നെയായിരിക്കും. അത് വേണോ വേണ്ടേ എന്നുള്ള 2 മനസ്സിൽ കളിക്കുകയാണെങ്കിൽ ചെല്ലണടോ പറയണ്ട, അങ്ങനെ തന്നെ നമ്മളൊരു കൺഫ്യൂഷൻ കളി തന്നെയായിരിക്കും. അതേ കണക്ക് ഞാൻ നെഗറ്റീവ് അടിച്ചിട്ട് എന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതോണം തന്നെ ആവും ചെയ്യും. അപ്പം നമ്മൾ ഇറങ്ങിത്തിരിക്കുക, എന്ത് സക്സസ് എന്നുള്ള ലെവൽക്ക് ഇറങ്ങിത്തിരിക്കുക. എന്ത് തന്നെ ആയാലും കേട്ടോ, എക്സാം ആയിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, വേറെ എന്തും ആയിക്കോട്ടെ, നമ്മളെ മനസ്സാണ്. അതേ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ആർക്കും കഴിയില്ല. ഈ പറയുന്ന എനിക്ക് കൂടി പറ്റത്തില്ല. പക്ഷേ
പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലേ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ, ഞാൻ വെക്കണം കേട്ടോ. ഓക്കെ, നിർത്തട്ടെ കേട്ടോ, ബൈ.